ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ചുരുട്ടിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ അല്ലെങ്കിൽ ഡിന്നർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ആക്കി നോക്കാൻ പറ്റിയില്ല ഒരു അടിപൊളി ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചുരുട്ടപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുരുട്ടിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ 250 ഗ്രാമോളം ചിക്കൻ, കുറച്ച് മഞ്ഞൾ, ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു പാനിൽ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ മാത്രമായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ ചിക്കൻ മൊത്തത്തിൽ മാറ്റിയെടുത്തതിന് ശേഷം പാനിൽ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 3 സവാളയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടുന്നത് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മൂന്നും കൂടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഉണ്ടാവും കേട്ടോ. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ എല്ലാം കൂടി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മാത്രം മതിയേ. വേറെ ഒന്നും വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞളും മുളകൊക്കെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് പൊടികൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അത് മൊത്തത്തിൽ ആ ഒരു നെയ്യോട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. കാരണം ആ ഒരു ചിക്കൻ എന്നുള്ള ആ ഒരു നെയ്യൊക്കെ മസാലയൊക്കെ ഇറങ്ങി സവാളയിലും പിടിച്ച് എല്ലാം കൂടി ദമ്മായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ. ഒരു 3-4 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ ചുരുട്ടിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു നുള്ള് ചെറിയ ജീരകം, ഏകദേശം വലിയ ചെറിയുള്ളി ആണെങ്കിൽ 7-8 ചെറിയുള്ളി എടുക്കാം. എൻ്റെ അതിപ്പോൾ തീരെ ചെറുതായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 10 എണ്ണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. വലുപ്പമുള്ളതാണെങ്കിൽ 8 മാത്രം മതിയേ, അല്ലെങ്കിൽ ഓവർ എന്താ പറയുക ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. അങ്ങനെ എല്ലാം കൂടി ഒന്നങ്ങ് ചതച്ചിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പൊടി നമ്മളെ തലശ്ശേരി കണ്ണൂർ ഒറോട്ടി പൊടിയില്ലേ, പച്ചവെള്ളത്തിൽ കുഴക്കുന്നത്, അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ അരപ്പും പൊടിയും ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കോട്ടെ. അങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിവിടെ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പൊടി എടുത്തത് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അഥവാ നിങ്ങൾ കയ്യിൽ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടിയൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ബാക്കി എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ തന്നെ, പക്ഷേ വെള്ളം തിളച്ച വെള്ളത്തിൽ കുഴക്കുക കേട്ടോ. അത് മാറിപ്പോകരുത്, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ചുട്ട് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പീസ് വാഴയില എടുത്തിട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് വേണം കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചുരുട്ട് റെഡിയാക്കുമ്പോൾ അതിൻ്റെ പത്തിരി ഷീറ്റ് റെഡിയാക്കുമ്പോൾ നേരിയതായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുഞ്ഞു ബോളാക്കി എടുത്ത് ഇലയിൽ നന്നായിട്ട് നേരിയതാക്കി പരത്തിയെടുക്കുക. എങ്കിലേ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിത് റോൾ ചെയ്തെടുക്കാനാണേ. അപ്പോൾ എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. അതുകൊണ്ടാണ് ചിക്കൻ ചുരുട്ട് എന്ന് പേര് വന്നിട്ടുള്ളത്, റോൾ ചെയ്തെടുക്കുന്നതിനാണ്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടി, നല്ല സിമ്പിളായിട്ടാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ടീ ടൈം, അതായത് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്റ്റീമറിൽ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുരുട്ട് മൊത്തത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചെറിയ 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പം തന്നെ നമ്മുടെ ചുരുട്ട് റെഡി ആയിട്ട് നല്ലൊരു മണവും വരും. ഇലയുടെയൊക്കെ കളറൊക്കെ കണ്ടില്ലേ, മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്.
ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ചുരുട്ട് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇലയോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഓരോ ഇലയായിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയും സെർവ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. ഏത് രീതിയിലാണെങ്കിലും നല്ലതിനെ നോക്കി അങ്ങനെ മുറിഞ്ഞു പോകുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ. ഇലയൊന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ഈവനിങ് സ്നാക്സിൻ്റെ ടീ ടൈം പാർട്ടിയോ അല്ലെങ്കിൽ ഡിന്നർ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്